Hi students, in this video we are going to discuss the next topic, that is synchronization. Okay, so synchronization means actually synchronization is used to perform or perform or control the operations of thread. Okay, in order to avoid any interference. That is the purpose of using synchronization. Okay, so synchronization controls the order in which operations occurs in different threads. Synchronization is the act of ensuring that events in different process happens in a desired order. Means ഒത്തിരി ത്രെഡ്സ് ഉണ്ടാകും. ആ ത്രെഡ്സ് എല്ലാം അവരവരുടെ പ്രോപ്പർ വേയിൽ തന്നെയാണോ എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു ഗെറ്റ് ദി ഡിസൈഡ് ഔട്ട്പുട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സിങ്ക്രണൈസേഷൻസ് ക്യാൻ ബി യൂസ്ഡ് ടു എലിമിനേറ്റ് ദി റേസ് റൗണ്ട് കണ്ടീഷൻസ്. സിങ്ക്രണൈസേഷൻ മെയിൻലി പെർഫോം ചെയ്യുന്നത് രണ്ട് മെത്തേഡ് യൂസ് ചെയ്താണ്. ഫസ്റ്റ് വൺ ഇസ് ദ ബ്ലോക്കിംഗ് മെത്തേഡ്സ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ സ്പിൻ ഓർ ബിസി വെയിറ്റിംഗ് മെത്തേഡ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലോക്കിംഗ് മെത്തേഡ്. ഇറ്റ് ഇസ് ഓൾസോ ടേംഡ് ആസ് ഷെഡ്യൂളർ ബേസ്ഡ് സിങ്ക്രണൈസേഷൻ. അപ്പം സിങ്ക്രണൈസേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ഇസ് ദ ബ്ലോക്കിംഗ് സിങ്ക്രണൈസേഷൻ ഓർ ഷെഡ്യൂളർ ബേസ്ഡ് സിങ്ക്രണൈസേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദി സ്പിന്നിങ് ഓർ ബിസി വെയിറ്റ് സിങ്ക്രണൈസേഷൻ. സോ ഫസ്റ്റ് ബ്ലോക്കിംഗ് സിങ്ക്രണൈസേഷൻ എന്താണെന്ന് വെച്ചാൽ വെയിറ്റിംഗ് ത്രെഡ് വോളണ്ടിയർലി റിലിൻക്വിഷ് ഇറ്റ്സ് പ്രോസസ്സർ ടു സം അതർ ത്രെഡ്. ബിഫോർ ഡൂയിങ് ദിസ് ഇറ്റ് ലീവ്സ് സം നോട്ട് ഇൻ ദ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഇൻ ഫ്യൂച്ചർ അതർ ത്രെഡ്സ് വിൽ ഡു നെസസറി സ്റ്റെപ്സ് ടു മേക്ക് ദ ബ്ലോക്ക്ഡ് ത്രെഡ് റൺ. ബ്ലോക്കിംഗ് സിങ്ക്രണൈസേഷൻ എന്താണെന്ന് വെച്ചാൽ ഇഫ് എ ത്രെഡ് ഗെറ്റ്സ് ബ്ലോക്ക്ഡ് ഡ്യൂ ടു സം കണ്ടീഷൻസ് ടു ഹാപ്പൻ. ഇപ്പോൾ ഒരു ത്രെഡിന് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ ആ ത്രെഡ് ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ എന്ത് ചെയ്യും, ദാറ്റ് ത്രെഡ് വിൽ റിലീസ് ഇറ്റ്സ് പ്രോസസ്സർ ടു സം അതർ ത്രെഡ്. ആ ത്രെഡ് റൺ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സർ എന്ത് ചെയ്യും, പ്രോസസ്സറിനെ ദിസ് ത്രെഡ് വിൽ റിലീസ് ദാറ്റ് പ്രോസസ്സർ, ഈ ത്രെഡ് ആ പ്രോസസ്സറിനെ റിലീസ് ചെയ്യും, സോ ദാറ്റ് സം അതർ ത്രെഡ് ക്യാൻ യൂസ് ദിസ് പ്രോസസ്സർ. ഓക്കെ, അപ്പോൾ ബിഫോർ റിലീസിങ് ഇറ്റ്സ് പ്രോസസ്സർ ത്രെഡ് എന്താ പെർഫോം ചെയ്യുന്നത്, ഇറ്റ് വിൽ ലീവ് സം നോട്ട്സ് ഇൻ ദ ഡാറ്റ സ്ട്രക്ചേഴ്സ്. മീൻസ് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് തൽക്കാലം അത് വാട്ട് ഈസ് ഇറ്റ്സ് കറണ്ട് സ്റ്റേറ്റ്സ് അതെല്ലാം അതിൻ്റെ ഡാറ്റ സ്ട്രക്ചറിലോട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, ആൻഡ് ഇൻ ദ ഫ്യൂച്ചറിൽ ഈ ബ്ലോക്ക് ചെയ്ത് ത്രെഡിനെ റൺ ചെയ്യാൻ വേണ്ടി it will be helped by or necessary steps will be provided by other threads. Okay, ഇതിനെയാണ് ബ്ലോക്കിംഗ് സിങ്ക്രണൈസേഷൻ ഓർ ഷെഡ്യൂളർ ബേസ്ഡ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മീൻസ് എ കറൻ്റ്ലി വെയിറ്റിംഗ് ത്രെഡ് വിൽ relinquish means release its processor to some other threads. Okay, so before doing this releasing process, the thread will then leave some notes in its data structure. Okay, which indicates its current states and so on, and it's a responsibility of the other threads to make necessary steps to run this blocked thread. Okay, next method is spinning or busy waiting. Thread runs in a loop where it keeps re-evaluating some conditions until it becomes true. That means becomes true എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ until message queue is empty or shared variable attains a particular value. Okay, spinning or busy waiting എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ബേസിക് എന്താണെന്ന് വെച്ചാൽ here the thread will run a loop. ഒരു ലൂപ്പിലായിരിക്കും ത്രെഡ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൺടിൽ എന്താണ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ എന്താണ് മെസ്സേജ് ക്യൂ എം ടി ആകുക, അതായിരിക്കും ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ എന്താണ് സം ഷെയർഡ് വേരിയബിൾസ് എന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും, നമ്മുടെ ത്രെഡ് ആ ഒരു ലൂപ്പിൽ തന്നെ ഇങ്ങനെ നിൽക്കും. എന്ന് വെച്ചാൽ ലൂപ്പിൽ തന്നെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ടേം സ്പിന്നിങ് ഓർ ബിസി വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ദ ത്രെഡ് റൺ ഇൻ എ ലൂപ്പ് ഓർ സ്പിൻ ഇൻ എ ലൂപ്പ് വെർ ഇറ്റ് കീപ്സ് റീവാലുവേറ്റിംഗ് സം കണ്ടീഷൻസ് അണ്ടിൽ ഇറ്റ് ബിക്കംസ് ട്രൂ. ഓക്കെ, synchronizations can be either mutual exclusion or condition synchronization. Mutual exclusion എന്ന് പറഞ്ഞാൽ എന്താണ്, make sure that only one process is executing a critical session at a time. അതാണ് mutual exclusion. Okay, അതും എന്താണ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സിങ്ക്രണൈസേഷൻ. ദാറ്റ് ഇസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ മീൻസ് വി മേക്ക് ഷുവർ ദാറ്റ് only one process is executing in critical session at a given time. Or condition synchronization which means making sure that a given process does not proceed until some condition
hold. Okay, അതാണ് condition synchronization, which means making sure that a given process does not proceed until some condition hold. Synchronization is generally implicit in message passing model, since a message must be sent before it can be received. Okay, the message passing model like synchronization എന്ന concept is implicit. It is already there because എന്തുകൊണ്ടാണ് if a message want to be received, it has to be sent before it receive ചെയ്യണമെങ്കിൽ അത് ആദ്യം എന്താണ്, we have to send that message. However, in shared memory, unless we do something special, a new receiving thread will not necessarily wait and could read an old value of a variable before it has been written by the sending thread. Okay, usually implemented by means of spinning or blocking. First of all, we are going to discuss what is busy wait synchronization. എന്താണ് busy wait synchronization? Okay, busy wait synchronization actually means is condition synchronization is easy if we can cast a condition in the form of location x contains value y. Okay, busy wait condition synchronization is easy if we can cast a condition in the form of location x contains value y. Means location x എന്ന് പറഞ്ഞ location ആണ്, it's a shared variable. X store ചെയ്തിരിക്കുന്ന x എന്ന് പറഞ്ഞ വേരിയബിൾ, ഇറ്റ് ഇസ് എ ഷെയർഡ് വേരിയബിൾ. ഓക്കെ, ഇഫ് ദ എക്സ് കണ്ടെയ്ൻസ് വൈ, എക്സ് നമ്മൾ വിചാരിക്കുന്ന വൈ എന്ന് പറയുന്ന വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്നത് വരെ എന്ത് ചെയ്യണം, വി ഹാവ് ടു കീപ്പ് ഓൺ സ്പിന്നിങ്, ആ ലൂപ്പിൽ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, വെൻ ദിസ് എക്സ് കണ്ടെയ്ൻസ് ദ വാല്യൂ വൈ, ദെൻ ദാറ്റ് ത്രെഡ് ക്യാൻ ഗെറ്റ് എക്സിക്യൂട്ടഡ്. ഓക്കെ, അതാണ് എന്താണ് ബിസി വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, a thread that needs to wait for the condition can simply read x in a loop waiting for y to appear. Okay, അപ്പം ഒരു thread if a thread has to get executed, initially എന്ത് ചെയ്യും, thread will check the value of xൻ്റെ വാല്യൂ ചെക്ക് ചെയ്യും. എക്സിൻ്റെ വാല്യൂ എപ്പോഴാണോ y ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്, അറ്റ് ദാറ്റ് ടൈം it can attain the or it can enter into the critical session, then get executed. അതാണ് പറഞ്ഞത്. A thread that need to wait for a condition can simply read x in a loop waiting for y to appear. എപ്പോഴാണ് y എന്ന് പറയുന്ന വാല്യൂ അപ്പിയർ ചെയ്യുന്നത് അതുവരെ എന്ത് ചെയ്യണം, എക്സ് ഹാസ് ടു വെയിറ്റ് ഇൻ ദിസ് ലൂപ്പ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്പിന്നിങ് എന്ന് പറയുന്നത്. എക്സ് ആ ലൂപ്പിൽ ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക അൺടിൽ ദ വാല്യൂ ഓഫ് എക്സ് ബിക്കംസ് വൈ. ഓക്കെ, വെൻ the value of x becomes y, then the thread can enter the critical session and get processed. To wait for a condition involving more than one location, one need atomicity to read the locations together. This is a synchronization, just pictorial representation. Here we may have two process A and process B. Initially എന്താണ് process A critical sessionൽ enter ചെയ്തെന്ന് കൺസിഡർ ചെയ്യുക. അറ്റ് ദിസ് പോയിൻറ്റ്, അപ്പോൾ ഇത്രയും ടൈമാണ് എക്ക് ക്രിട്ടിക്കൽ സെഷനിൽ എന്ത് ചെയ്യുന്നത്, വെയിറ്റ് ചെയ്യുന്നത്. അറ്റ് ദിസ് പോയിൻറ്റ് സം ബി അറ്റംപ്റ്റ് ടു എൻ്റർ ദി ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അറ്റ് എ ടൈം ഓൺലി വൺ ഇസ് പോസിബിൾ. അപ്പം ഈ ടൈമിൽ ഓൾറെഡി എ ഇസ് ഇൻ ദ ക്രിട്ടിക്കൽ സെഷൻ, സോ ബി ഹാസ് ടു വെയിറ്റ് അൺടിൽ ബി റീച്ചസ് until A leaves the critical session. At this point A leaves the critical session, so B can enter the critical session. Okay, ഇവിടെ B enter ചെയ്തു, ഈ പൊസിഷനിൽ B എന്ത് ചെയ്തു, ലീവ് ചെയ്തു. Now ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ they can enter the critical session. So at a particular moment only one process can enter the critical session. This is thread synchronization. Consider we may have three threads, thread 1, thread 2 and thread 3. Okay, thread 1ൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര നേരം വർക്ക് ചെയ്യും, ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ 25, i പ്ലസ് പ്ലസ്. അപ്പോൾ 0 തൊട്ട് 24 മീൻസ് 25 ടൈംസ് ഈ ഒരു സ്റ്റെപ്സ് വർക്ക് ചെയ്യണം. എഗെയിൻ ഇതെന്ന് പറയുന്നത് 25 തൊട്ട് 50 എന്ത് ചെയ്യണം, ദിസ് ഹാസ് ടു വർക്ക്. ദെൻ 50 to 75 ദിസ് ഹാസ് ടു വർക്ക്. സോ ഇനിഷ്യലി നമ്മൾ ത്രെഡ് എ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം ത്രെഡ് 1 എന്ത് ചെയ്തു, ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്തു. ഇനി ചെക്ക് ചെയ്യുന്നത് ഇതാണ്, this thread 2 has to wait until the value of A becomes 25. എയുടെ വാല്യൂ 25 ആകുന്നത് വരെ ആരായിരിക്കും ക്രിട്ടിക്കൽ സെഷനിലുള്ളത്,
ദിസ് എ ആയിരിക്കും, ത്രെഡ് 1 ആയിരിക്കും ക്രിട്ടിക്കൽ സെഷനിലുള്ളത്. ഇനി എപ്പോഴാണോ എയുടെ വാല്യൂ 25 ആകുന്നത് ആ ടൈമിൽ ആർക്ക് എൻ്റർ ചെയ്യാം? ദിസ് ത്രെഡ് 2 ക്യാൻ എൻ്റർ ദി ക്രിട്ടിക്കൽ സെഷൻ. ഇനി അത് എത്ര നേരം വരെ വർക്ക് ചെയ്യും? എയുടെ വാല്യൂ 50 ആകുന്നത് വരെ. ഓക്കെ, അപ്പം എയുടെ വാല്യൂ 50 ആകുമ്പോൾ ആർക്ക് കയറാം? ത്രെഡ് 3ക്ക് കയറാം. ഓക്കെ, ഇതാണ് സ്പിൻ ലോക്ക്. ഓക്കെ, മീൻസ് ത്രെഡ് എ അല്ലെങ്കിൽ ത്രെഡ് എ എന്ത് ചെയ്യും? ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ത്രെഡ് 2 എപ്പോഴേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? എയുടെ വാല്യൂ 25 ആകുമ്പോൾ മാത്രമേ ത്രെഡ് 2ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ ഇറ്റ് ഹാസ് ടു സ്പിൻ ഇൻ ദിസ് ലൂപ്പ്. ഈ ലൂപ്പിൽ ഇങ്ങനെ നിൽക്കണം, പോകാൻ പാടില്ല. സോ സ്പിൻ ലോക്കിൻ്റെ ഒരു സ്യൂഡോ കോഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ടൈപ്പ് ലോക്ക് എന്ന് പറയുന്നത് ബൂളിയനാണ്. ഇനിഷ്യലി നമ്മളത് ഫോൾസ് ആയിട്ട് സെറ്റ് ചെയ്യും. ദെൻ അക്യൂർ ലോക്ക് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ നമ്മൾ എന്ത് ചെയ്യും? വൈൽ നോട്ട് ടെസ്റ്റ് ആൻഡ് സെറ്റ് എൽ, വൈൽ എൽ നത്തിങ് എന്ന് വെച്ചാൽ എല്ലിൻ്റെ വാല്യൂ സെറ്റ് ആയിട്ടില്ല, ഇപ്പോഴും പ്രീവിയസ് വാല്യൂ തന്നെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. വി ഹാവ് ടു ജസ്റ്റ് കീപ്പ് ഓൺ എന്താണ് സ്പിന്നിങ്. ദിസ് സ്പിൻ ലോക്ക് മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ടെസ്റ്റ് ആൻഡ് സെറ്റ്. സിമിലർലി ടെസ്റ്റ് ആൻഡ് സെറ്റ്. ഓക്കെ, സോ ബോത്ത് ഓഫ് ദം ആർ യൂസ്ഡ് ടു പെർഫോം സിങ്ക്രണൈസേഷൻസ്. The basic test and set lock is known as test and set. It set a boolean variable to true and return an indication of whether the variable was previously false. എന്ന് വെച്ചാൽ ഒരു ബൂളിയൻ വേരിയബിൾ ടെസ്റ്റ് ആൻഡ് സെറ്റിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു ത്രെഡ് വർക്ക് ചെയ്യാൻ വന്നു. അപ്പം ഞാനൊരു വേരിയബിൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനെ 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഇനി I will keep checking previously xന്റെ വാല്യൂ what is it. Previously xന്റെ വാല്യൂ 1 ആണെങ്കിൽ this thread has to wait until that 1 becomes 0. previously x എന്ന് പറയുന്ന some other thread is running in the process. വേറെ ഏതോ ഒരു ത്രെഡ് പ്രോസസ്സിൽ വർക്ക് ചെയ്യുകയാണ്. ആ വർക്കിംഗ് ടൈമിൽ എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് തന്നെ കിടക്കും? 1 ആയിട്ട് തന്നെ കിടക്കും. എപ്പോഴാണ് എക്സിൻ്റെ ത്രെഡ് എന്താണ് ഇറ്റ്സ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്? എക്സിൻ്റെ വാല്യൂ 0. then the newly comed thread can attain its enter the critical session. അതാണ് എന്തെന്ന് പറയുന്നത്? ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ ഇനിഷ്യൽ വാല്യൂ, പുതിയ ന്യൂലി കംഡ് ത്രെഡിൻ്റെ വാല്യൂ ഷെയർഡ് വേരിയബിൾ നമ്മൾ എക്സ് എന്തായിട്ട് സെറ്റ് ചെയ്യും? 1 ആയിട്ട് സെറ്റ് ചെയ്യും. നൗ വി വിൽ ചെക്ക് വിത്ത് ദ പ്രീവിയസ്ലി 1. പ്രീവിയസ്ലി എക്സിൻ്റെ വാല്യൂ 1 തന്നെ ആണെങ്കിൽ ദ ന്യൂലി കംഡ് ത്രെഡ് ഹാസ് ടു വെയിറ്റ് അൺടിൽ ദ പ്രീവിയസ് വാല്യൂ ഓഫ് എക്സ് becomes 0. ഓക്കെ, വൈൽ നോട്ട് ടെസ്റ്റ് ആൻഡ് സെറ്റ് ഓഫ് എൽ എന്ന് വെച്ചാൽ ടെസ്റ്റ് ആൻഡ് ആ എല്ലിൻ്റെ വാല്യൂ 0 ആയില്ലെങ്കിൽ എന്ത് ചെയ്യണം? നത്തിങ് ടു ഡു, വി ഹാവ് ടു സ്പിൻ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വി ഹാവ് ടു സ്പിൻ അൺടിൽ ഇറ്റ്സ് വാല്യൂ gets 0. Several processors including x86, IA64 and the Spark provide a particularly useful instruction called compare and swap. This instruction takes 3 arguments: the location, an expected value and a new value. It checks to see whether the expected value appears in the specified location, and if so, replace it with the new value atomically. നെക്സ്റ്റ് മെത്തേഡാണ് എന്ത്? ബാരിയർ. ഓക്കെ, അപ്പം ബിസി വെയിറ്റിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാരിയർ മീൻസ് വാട്ട്? ബാരിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ചെക്ക് പോയിൻറ്റ്. ചെക്ക് പോയിൻറ്റ് പോലെ തന്നെയാണ് ബാരിയറിൻ്റെ വർക്കിംഗ്. മീൻസ് ഇഫ് ദ ത്രെഡ് ഹാസ് ടു സ്റ്റാർട്ട് വർക്കിംഗ്, ഓൾ ദ ത്രെഡ് ഹാസ് ടു റീച്ച് ദി ബാരിയർ. എല്ലാ ത്രെഡും ബാരിയറിൽ എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? they can start working. Okay, so correctness of data parallelism algorithm depends on making sure that every thread complete the previous steps before any move on to the next. A barrier serve to provide this synchronization. എന്നുവെച്ചാൽ പ്രീവിയസ്ലി അവർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പുതിയ ചെക്ക് പോയിന്റ് മീൻസ് പുതിയ ബാരിയറിൽ വന്നാൽ മാത്രമേ അതിന് ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വീണ്ടും ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. Between iterations, the thread would synchronize with a barrier. The program would halt when no thread found a significant change in any force during the last iteration. The simple way to implement a busy wait barrier is to use a global shared barrier counter.
modified at an atomic fetch and decrement instructions. Okay, so this barrier implement ചെയ്യാൻ വേണ്ടി നമ്മളൊരു കൗണ്ടർ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദി കൗണ്ടർ ബിഗിൻസ് അറ്റ് എൻ. കൗണ്ടറിൻ്റെ വാല്യൂ ആദ്യമേ ഞാൻ എൻ ആയിട്ട് സെറ്റ് ചെയ്യും. വെൻ ഓരോ ത്രെഡും ഈ ബാരിയറിൽ റീച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എന്നിൻ്റെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യും. എപ്പോഴാണോ എന്നിൻ്റെ വാല്യൂ 0 ആകുന്നത്, ദെൻ ഈച്ച് ത്രെഡ് ക്യാൻ സ്റ്റാർട്ട് എക്സിക്യൂഷൻ. ഓക്കെ, ഇനിഷ്യലി ഐ വിൽ സെറ്റ് ദ കൗണ്ട് ടു എന്താണ് ബാരിയറിൻ്റെ കൗണ്ട് ഞാൻ എൻ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. വെൻ ഈച്ച് ത്രെഡ് റീച്ചസ് ദി ബാരിയർ, ഓരോ ത്രെഡും ബാരിയറിൽ റീച്ച് ആകുമ്പോഴത്തേക്ക് എന്നിൻ്റെ വാല്യൂ ഞാൻ ഡിക്രിമെൻറ്റ് ചെയ്യുന്നു. ഇനി എന്നിൻ്റെ വാല്യൂ എപ്പോഴാണോ 0 ആകുന്നത്, മീൻസ് ഓൾ ദ ത്രെഡ് ഹാസ് റീച്ച് ദ ബാരിയർ, ദെൻ ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് എക്സിക്യൂഷൻ. ഓക്കെ, next is semaphore. Semaphore is also another method for implementing synchronization. Okay, semaphore are the oldest of the scheduler based synchronization mechanism. Then a semaphore is basically a counter with two associated operations P and V. Okay, semaphore work ചെയ്യണമെങ്കിൽ രണ്ട് ഓപ്പറേഷൻസ് ഉണ്ട്, പിയും ഉണ്ട്, അതിനൊക്കെ വിയും ഉണ്ട്. A thread that called P atomically decrement the counter and then wait until it is non-negative. അപ്പം ഈ ത്രെഡ് എന്താണ് പി എന്ന് പറയുന്ന സിഗ്നലിനെയാണ് കോൾ ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, ഇറ്റ് വിൽ ഗെറ്റ് ഓട്ടോമാറ്റിക്കലി ഡിക്രിമെൻറ്റഡ് ആൻഡ് വെയിറ്റ്. അത് വെയിറ്റ് ചെയ്യും. എപ്പോൾ വരെ വെയിറ്റ് ചെയ്യും, അതിൻ്റെ വാല്യൂ നോൺ നെഗറ്റീവ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യും. എ ത്രെഡ് ദാറ്റ് കോൾസ് വി ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റ് ദി കൗണ്ടർ ആൻഡ് വേക്കപ്പ് എ വെയിറ്റിംഗ് ത്രെഡ് ഇഫ് എനി. അത് കണക്ക് ഇപ്പം വിനെയാണ് കോൾ ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, ഇറ്റ് ക്യാൻ എവേക്ക്, ത്രെഡിനെ എവേക്ക് ചെയ്യും. ഓക്കെ, so a semaphore whose counter is initialized to 1 and for which P and V operations always occur in matched pair is called a binary semaphore. Okay, so a semaphore whose value or counter is initially set to 1 and for which P and V, this P and V എന്ന് പറയുന്ന സിഗ്നൽസ് അത് പെയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ we can say it is a binary semaphore. It serves as a scheduler based mutual exclusion lock. The operation acquires the lock and V releases the lock. Okay, so that's all for now. Thank you.